ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1505 ദിവസമായി ഇന്ന് 2025 ജൂൺ മാസം 28 ശനിയാഴ്ച. 1200 ആണ്ട് മിഥുനമാസം 14 ഗുരുവചനങ്ങളിലൂടെ സർവധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ധർമ്മം അഹിംസയാണ്. അഹിംസാധർമ്മം കൊണ്ട് ബുദ്ധൻ തുടങ്ങിയ മഹാത്മാക്കൾ മോക്ഷം പ്രാപിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ അദ്വൈത വേദാന്തത്തിലെ യോഗയുക്തി എന്ന് വിവരിക്കുന്നതിൻ്റെ 20ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ പറയുന്നതൊക്കെ ഏതോ ഒരു പുകമറയായി ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ വിശദമായ പഠനം തുടർന്നു വരുന്നുണ്ട്. നമ്മുടെ പഠന വിഷയങ്ങളിൽ സഹജമായി തന്നെയുള്ള ഇത്തരം പ്രയാസങ്ങൾ അല്പാൽപമായി മാത്രമേ ഒഴിവായി കിട്ടുകയുള്ളൂ. സ്വാഭാവികമായി തന്നെ ബുദ്ധിക്ക് പിടിതരാത്തതും അതിസൂക്ഷ്മവുമായ ഇത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഉൾക്കാഴ്ച ഗുരുവിൻ്റെ ജ്ഞാനവചസ്സിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ ഉറപ്പുള്ളതായി തീരുകയും ആലോകനം കൂടുതൽ വ്യക്തമാവുകയും ചെയ്തുകൊള്ളും. നാം മുന്നോട്ടു പോകുമ്പോൾ ഈ ജ്ഞാനവചസ്സിനെ തന്നെയാണ് കൂടുതൽ അടുത്ത് ചെന്ന് സശ്രദ്ധം പരിശോധിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കാവുന്ന തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനായി ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പറഞ്ഞ ദ്വിമുഖതയുള്ള മാനുഷിക താൽപ്പര്യങ്ങളുടെ അഥവാ മൂല്യങ്ങളുടെ യോഗാത്മകമായ വ്യാപ്തിയിൽപ്പെടാത്തതായ ഒരു അന്യരൂപത്തിനും ഒരു തരത്തിലുള്ള വാസ്തവികതയും ഒരിക്കലുമില്ലെന്ന് അസന്നിഗ്ധമായി തന്നെ മേലുദ്ധരിച്ച ശ്ലോകത്തിൽ ഗുരു പ്രസ്താവിക്കുന്നു. വ്യത്യസ്തമായ പ്രകരണങ്ങളിലോ വ്യവസ്ഥകളിലോ പെടുന്ന തത്വങ്ങളെയോ വസ്തുതകളെയോ മൂല്യങ്ങളെയോ ഒരു ക്രമവുമില്ലാതെ കൂട്ടിക്കുഴയ്ക്കുന്നത് കഥയില്ലായ്മയിലും അസംഗമായ ജീവിത സന്ദർഭങ്ങളിലും മാത്രമേ നമ്മെ കൊണ്ടെത്തിക്കുകയുള്ളൂ. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.